Spoken English class in the Justin Thomas. About a number in the particular Tamasu load English Padicam. Number one chapter Cheda and Ningle content link Lather Karnaga. Upon Namaka either Pasha English and the either Pasha Namaka Padican, yet to Olopolo guidance and the Tamasa like a Padikia, other Pariang and Namaka Paton Namaka improvement with Valare proven idol method and upper Namaka Sodigan. That's why we are studying Tintumon തമാശകളാണ് നോക്കാം Tintumon ഇത് ആദ്യം ഞാൻ നിങ്ങളോട് ഇത് മലയാളത്തിൽ പറയാം അതിനുശേഷം നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് പറയാം അപ്പോൾ Tintumon ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ Tintumonോട് ടീച്ചർ ചോദിച്ചു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ചോദിച്ചു അപ്പോൾ Tintumon പറയണം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണമെന്ന് കാരണം എന്താണ് Tintumon ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാ അല്ലേ അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഇംഗ്ലീഷ് തമാശകളൊക്കെ ചിലപ്പോൾ നമ്മൾ മലയാളത്തിലെ തമാശകൾ അത്രയും teacher why are you praying in the class Tintumon? My mom taught me to always pray before going to sleep. നമ്മൾ പറഞ്ഞല്ലേ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ചോദിച്ചപ്പോൾ Tintumon പറയണം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് taught me to always pray before going to sleep. അപ്പോൾ going to sleep എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളതാണല്ലേ അപ്പോൾ അടുത്ത തമാശ നോക്കാം അപ്പോൾ Tintumonോട് അമ്മ ചോദിക്കുകയാണ് ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ്സിൽ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ Tintumon പറയണം അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്താണെങ്കിലും ന്യൂസിൽ ഇന്ന് കാണും അതിനെപ്പറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തോ വലിയ കോലാഹലം Tintu ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം So what have you been doing at school today Tintu? I don't really want to talk about it mom. You will see it later on the news anyways. അപ്പോൾ ശ്രദ്ധിക്കുക So what have you been doing? Okay. അപ്പോൾ എന്താണ് have you been doing അല്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നുള്ളത് മനസ്സിലായി കാരണം അവിടെ വോട്ട് വന്നിട്ടുണ്ട് അല്ലേ പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് എന്താണ് present perfect continuous tense ആണ് present perfect continuous tense എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവസാനിച്ചല്ലേ അപ്പോൾ സ്കൂളിൽ നിന്ന് വിട്ട് Tintu വന്നതാണ് അപ്പോൾ അതായത് സ്കൂളിലെ പരിപാടികളൊക്കെ അവസാനിച്ചല്ലേ അപ്പോൾ അതങ്ങ് തീർന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം present perfect continuous tense ഉപയോഗിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടെൻസിനെ പറ്റി പഠിപ്പിക്കാനൊന്നും അല്ല ഈ നമ്മൾ ഈ Tintumonന്റെ ഈ ഫലിതങ്ങൾ കാണുന്നത് എങ്കിലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഈ ടെൻസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുറകിലേക്ക് പോയിട്ട് അത് പഠിക്കുക അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക I don't really want to talk about it more okay I don't അല്ലേ don't എന്ന് പറഞ്ഞാൽ വേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ എനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്താണ് സ്കൂളിൽ ചെയ്തതെന്നുള്ളത് യു വിൽ സീ ഇറ്റ് ലേറ്റർ ഓക്കെ എന്താണ് അത് നിങ്ങൾ രാത്രി അല്ലെങ്കിൽ പിന്നീട് കാണും ഓൺ ദി ന്യൂസ് അടുത്തത് മറ്റൊന്നാണ് Tintumon ടീച്ചറിനോട് ചോദിക്കുകയാണ് ഞാൻ ചെയ്യാത്തൊരു പ്രവൃത്തി കൊണ്ട് എന്നെ ശിക്ഷിക്കുമോ എന്നാണ് ചോദിച്ചത് ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടി എന്നെ ശിക്ഷിക്കുമോ അപ്പോൾ ടീച്ചർ പറയാണ് ഒരിക്കലും ഇല്ല Tintu ചെയ്യാത്ത കാര്യത്തിന് ശിക്ഷിക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ Tintu പറയാണ് പിന്നെ ഞാൻ ഇന്ന് ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറയാണ് അപ്പോഴെന്താണ് ഹോംവർക്ക് ചെയ്തിട്ടില്ലാത്ത കാര്യത്തിൽ ശിക്ഷിക്കാൻ പറ്റത്തില്ല അല്ലേ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം Tintumon asked the teacher ma'am can I be punished for something I haven't done teacher of course not Tintu that would be very unfair okay ma'am sorry I haven't done my homework അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക എന്താണ് ഇത് ടെൻസ് can I be punished എന്നെ പണിഷ് ചെയ്യുമോ for something എന്തിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലേ എന്ത് കാര്യമാണ് അതെന്താണെന്ന് പറഞ്ഞില്ല ഒരു കാര്യം ഞാൻ ചെയ്യാത്തതിന് എന്നാണ് ചോദിച്ചത് ചെയ്യാത്ത കാര്യത്തിന് എന്നെ ശിക്ഷിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചില്ല അത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോഴെന്താണ് I haven't done എന്താണ് present perfect tense ആണ് അല്ലേ അപ്പോൾ ടീച്ചർ പറഞ്ഞു of course not Tintu ഒരിക്കലുമില്ല that would be very unfair അത് തീർച്ചയായിട്ടും വളരെ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യായമായിട്ടുള്ളൊരു കാര്യം അല്ലേ അത് അൺഫെയർ എന്ന് പറഞ്ഞാൽ അന്യായം അത് വളരെ അന്യായമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ Tintu പറയാണ് ഓക്കെ മാം സോറി I haven't done my homework ഞാൻ എൻ്റെ ഹോംവർക്ക് Tintumon comes home tells his dad okay Tintumon വീട്ടിൽ വന്നിട്ട് എന്നെ Tintumonന്റെ അച്ഛനോട് പറഞ്ഞു നാളെ ഒരു സ്പെഷ്യൽ അഡൾട്ട്സ് ഈവനിങ് ഉണ്ട് അഡൾട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രായപൂർത്തിയായവരുടെ ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്കൂളിലുണ്ട് എന്നാണ് അപ്പോൾ ഡാഡി ഭയങ്കര അത്ഭുതത്തോടെ ശരിയോ തീർച്ചയായിട്ടും അങ്ങനെയാണോ അതെന്താണ് സ്പെഷ്യൽ ചോദിക്കുന്നത് അപ്പോൾ പറയണം Tintumon പറയണം
എന്താണ് ആ മീറ്റിങ്ങിൽ ഒന്ന് ഡാഡ് ഉണ്ടായിരിക്കും, പിന്നെ എൻ്റെ ടീച്ചർ, ഹെഡ് മാസ്റ്റർ, പിന്നെ 2 പോലീസ് ഓഫീസേഴ്സും ഉണ്ടായിരിക്കും ആ മീറ്റിങ്ങിൽ എന്നാണ് പറഞ്ഞത്. അപ്പോഴെന്താണ് ആ മീറ്റിങ്ങിന് എന്തോ കുറിച്ചൊക്കെ കാണിച്ചല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കഥകൾ ഇതൊരു കഥയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് അവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാൻ കാണാൻ വേണ്ടി പറ്റും. ടിൻറ്റുമോൻ കംസ് ഹോം. ഓക്കെ, എന്താണ് അതൊരു കഥയാണല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. കംസ് ഹോം ആൻഡ് ടെൽസ് ഹിസ് ഡാഡ്, Dad, tomorrow there is a special adults evening at school. Daddy is surprised. Really? Special? Yes, nods Tintumon. It will be just you, the teacher, the headmaster and 2 police officers. Okay, nod എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കത്തില്ലേ, അതുണ്ടെങ്കിൽ തല കുലുക്കുന്നതിനാണ് നോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം. എന്താണ് ടീച്ചർ ടിൻറ്റുമോനോട് പറയണ, യു നോ വെരി വെൽ, നിനക്കറിയാവുന്നൊരു കാര്യമാണല്ലേ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങരുതെന്നുള്ളത് അല്ലേ. ഉറങ്ങാൻ പറ്റത്തില്ല, എൻ്റെ ക്ലാസ്സിൽ ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളത് നിനക്കറിയാമല്ലോ. അപ്പോൾ ടിൻറ്റുമോൻ പറയണ, ശരിയാണ് മാഡം, ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ മാഡം ഇച്ചിരി ഒച്ച കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതാണ് അവിടുത്തെ തമാശ. ടീച്ചർ ടെൽസ് ടിൻറ്റുമോൻ, യു നോ വെരി വെൽ യു കാൺട്ട് സ്ലീപ്പ് ഇൻ മൈ ക്ലാസ് ടിൻറ്റു. നിനക്ക് കൃത്യമായിട്ട് അറിയാം. ടിൻറ്റുമോൻ അഡ്മിറ്റ്, യെസ് ഐ നോ മിസ്, but maybe if you didn't speak quite so loud I could. എന്താണ് പറഞ്ഞത്? മേബി ഇഫ് യു ഡിഡ്ന്റ് സ്പീക്ക്, അങ്ങനെ ഉറക്കെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നു. ഐ കുഡ്, അങ്ങനെ സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ടിൻറ്റുമോനോട് ഹിസ്റ്ററി ടീച്ചർ ചോദിക്കുകയാണ്, എവിടെയാണ് ഈ ഫ്രഞ്ച് ഇംഗ്ലീഷ് പീസ് ട്രീറ്റി അവർ തമ്മിലുള്ള സമാധാന കരാർ ഒപ്പിട്ടത് 1800? ഓക്കെ, 1800 എവിടെയാണ് ഒപ്പിട്ടതെന്ന്. അപ്പോൾ ടിൻറ്റുമോൻ പറയാണ്, ആ പേപ്പറിൻ്റെ താഴെ ഏറ്റവും മൂലക്കാണ് ഒപ്പിട്ടതെന്ന്. അവിടെ ഉദ്ദേശിച്ചത് എന്താണ്, എവിടെ വെച്ചാണെന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ ആ തമാശ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഹിസ്റ്ററി ടീച്ചർ ആസ് ടിൻറ്റുമോൻ, where was the French English peace treaty from 1800 signed? Tintu, bottom right corner. അടുത്ത് ടിൻറ്റുമോനോട് ടീച്ചർ ചോദിക്കുകയാണ്, ജോർജ് വാഷിങ്ടൺ, നമുക്കറിയാലോ അമേരിക്കയുടെ പണ്ടത്തെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ ജോർജ് വാഷിങ്ടൺ എന്താണ് ഒരു ചെറി ട്രീ മുറിച്ചിട്ടു എന്നുള്ള, ചോപ്പ് ഡൗൺ, മുറിച്ചിട്ടു എന്നുള്ളത് മാത്രമല്ല അത് ചെയ്തെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ പക്ഷേ ആ ജോർജ് വാഷിങ്ടൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല. എന്താണ് കാരണം എന്നാണ് ടിൻറ്റുവിനോട് ചോദിക്കുന്നത്. അപ്പോഴേ ടിൻറ്റുവും ഇവിടെ ചോദിക്കുന്നത് എന്താണ്, അപ്പോൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണ്, അത് വെട്ടി മുറിച്ചിട്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സമ്മതിക്കുകയും ചെയ്തു, അത് സത്യസന്ധത കൊണ്ട് ശിക്ഷിച്ചില്ല എന്നുള്ളതാണ് ടീച്ചർ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിൻറ്റുമോൻ പറയാണ്, കാരണം ജോർജ് വാഷിങ്ടൻ്റെ കയ്യിലാണ് ആ കോടാലി ഇരുന്നത്. ഏതാ വെട്ടി മുറിച്ചിട്ട കോടാലി ജോർജ് വാഷിങ്ടൻ്റെ തന്നെ ആയിരുന്നു ഇരുന്നത്. കാരണം അപ്പോഴെന്തായാലും ചെയ്താൽ തിരിച്ച് തന്നെ കോടാലിക്ക് വെട്ട് കിട്ടുമെന്നുള്ളതാണ് ടിൻറ്റുമോൻ ഉദ്ദേശിച്ചത്. But Tintumon's teacher asked, George Washington not only chopped down his father's cherry tree but also admitted doing it. Do you know why his father didn't punish him? Tintumon replies, because George was the one holding the axe. നിങ്ങൾക്കറിയാമോ, ഡു എനി ഓഫ് യു നോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിക്ഷിക്കാതിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ടിൻറ്റുമോൻ പറയണേ, ബിക്കോസ് ജോർജ് വാസ് ദ വൺ ഹോൾഡിങ് ദ ആക്സ്. ഹോൾഡിംഗ് എന്ന് ഞാൻ കൈപ്പിടിക്കുക അല്ലേ, ആക്സ് എന്താണ്, കോടാലി എന്നാണ്. അടുത്തത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ടിൻറ്റുവിനോട് ചോദിക്കുകയാണ്, ടിൻറ്റു നിൻ്റെ ഫാദർ എവിടെയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? അപ്പോൾ ടിൻറ്റുവും പറയാണ്, വിശാഖപട്ടണത്താണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ പറയണ, ഓഹോ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, അപ്പോൾ വിശാഖപട്ടണത്താണെന്നുള്ളതോ? അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ വിശാഖപട്ടണത്തിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടിൻറ്റു പറയണം, ഓ സോറി, പിന്നെ അദ്ദേഹം ഗോവയിലേക്ക് മാറി. കാരണം എന്താണ്, വിശാഖപട്ടണത്തിൻ്റെ സ്പെല്ലിംഗ് ഒത്തിരി നീളമുണ്ടല്ലേ. അപ്പോൾ ഗോവയാണെങ്കിൽ 2 or 3 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ടീച്ചർ ടെൽ us Tintu, where is your father staying on business? Tintumon, in Visakhapatnam. Teacher, how interesting, and now tell us all how it is spelled. Tintu, oh I'm sorry, he has just shifted to Goa.
അപ്പോഴും നിങ്ങൾക്ക് ഈ തമാശകൾ മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. അപ്പോഴും ഇത് വലിയ തമാശകളൊന്നുമില്ല എങ്കിലും അപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലേ അതിനെ പഠിക്കുക, അപ്പോഴും നമ്മളത് ഉപയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇതിനകത്തുള്ള ടെൻസിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. കാരണം എന്താണ്, കഥകൾ പോലെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതാണ്, നേരത്തെ പഠിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.